കോഴിക്കോട് പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ തടഞ്ഞ് യുവാക്കളുടെ പടക്കം പൊട്ടിക്കൽ. നാദാപുരം കല്ലാച്ചി സംസ്ഥാന പാതയിലും വളയം പോലീസ് സ്റ്റേഷനിലെ വാണിമേൽ കുളപ്പറമ്പിലുമാണ് സംഭവം. മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. വിവരങ്ങൾ അഖില സി.പി നൽകും. അഖില, ഈ സംഭവത്തിൽ കേസെടുത്തോ? ഇതെപ്പോഴായിരുന്നു? ഹിമ, സംഭവത്തിൽ 50ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രധാനമായും ഈ നാദാപുരം കല്ലാച്ചി സംസ്ഥാന പാതയിലും വളയം പോലീസ് സ്റ്റേഷനിലെ വാളിന്മേ കുളപ്പറമ്പിലുമാണ് വാഹനങ്ങൾ തടഞ്ഞ് യുവാക്കൾ മണിക്കൂറുകളോളം പടക്കം പൊട്ടിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഗതാഗതം ഒരുപാട് മണിക്കൂറുകളോളം സ്തംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം. അപ്പോൾ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി പേർ ടൗണിലെത്തിയിരുന്നു ഷോപ്പിങ്ങിനും പർച്ചേസിനുമായി. അവരത് കുട്ടികളടക്കമുള്ള കുടുംബങ്ങൾ നടു റോട്ടിൽ മണിക്കൂറുകളോളം നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയാതെ ടൗണിലെത്തിയവരും വലഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൈക്കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവത്തിൽ പോലീസ് ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന ആദ്യം ആക്ഷേപം ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ വളയം പോലീസ് കണ്ടാൽ അറിയാവുന്ന 50 പേർക്കെതിരെയും നാദാപുരം പോലീസ് കണ്ടാൽ അറിയുന്ന 15 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ശരി, അതിരുവിട്ട ആഘോഷം കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അഖില സി.പി ആണ് വിവരങ്ങൾ നൽകിയത്.